ഉപ്പാപ്പ ഉപ്പാപ്പ മരുന്നിന്റെ ചീട്ട് മരുന്നിന്റെ ചീട്ട് നോക്കി പോണോട്ടെ പോലെ ശരി പോയിക്കോ. എവിടെ പോണു? ഞാൻ വെറുതെ ഇവിടം വരെ പോണേ. പിന്നെ കാണാം. താനോടെ തന്നെ എന്താടോ? ഏതാണ് ഒരു വണ്ടി പരിചയമില്ലാത്ത വണ്ടിയാണ്. എൻ്റെ ഒരു ചങ്ങായിയാണോ അത്? തൻ്റെ എനിക്ക് പേപ്പറിനാണ് ഒന്നുമില്ലടോ. അത് എടോ 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 താൻ എന്താ ബുദ്ധമുണ്ടോ ഈ കാണിക്കണത്? താൻ കിഡ്നി വിൽക്കാൻ പോണ? ഒന്നുമില്ല, അത് ഞാൻ പ്ലീസ് ദയവ് തന്നെ ഒന്ന് വിട്ടേക്കണോ. അതിൽ തന്നെ ഞാൻ വിടാം, താൻ പോയിക്കോ. എനിക്ക് രണ്ടു വാക്ക് അവരോട് സംസാരിക്കാൻ. താൻ വാ, ഞാനും കൂടെ വരാം. അതെ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക്. എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം സംസാരിക്കാൻ സാറിന് അയാളുടെ കഥ വല്ലതും അറിയാവോ? ഇല്ല, നമുക്ക് വേറെ ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ആ മോനെ കണ്ട? പോവാ. ആ മോന്റെ ചികിത്സക്കും അയാളുടെ ഭാര്യ തീരെ ഔഷധമാണ് സാറേ. അവരുടെ ചികിത്സക്കും വേണ്ടിയിട്ടാണ് അയാൾ ആ കെട്ടി ഡൊണേറ്റ് ചെയ്തത്. കൂടാതെ അയാളുടെ വീട് ജപ്തിയാണ്. അത് മകന്റെ കുട്ടിയാണ്. അത് ആ വൈകല്യമുള്ള കാരണം ഇയാളെ ഏൽപ്പിച്ചിട്ട് അവര് പോയി വർഷങ്ങളായി. അതിന് തിരിഞ്ഞു നോക്കി. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ഒരു മിനിറ്റ്, ഞാൻ പോരാ. അതെ, അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആ എഗ്രിമെന്റ് കീറി കളഞ്ഞത് നമുക്ക് ആ മുതൽ വേണ്ട. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതേ എഗ്രിമെന്റ് പേപ്പർ ഒരാളും നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇല്ലടോ, അതൊന്നും വേണ്ട. ഒരാളുടെ അവസ്ഥ ഇത്രയൊക്കെ അറിയിട്ട് ഇനി അത് വേണ്ട. ഞങ്ങളത് ഉദ്ദേശിച്ചു. ഹോസ്പിറ്റലിൽ കയറിയാണ് ഇത് ശരിയാക്കിയതെന്ന് എനിക്കറിയാവണോ? എന്റെ ഭാര്യയുടെയും കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചത്. പഠിച്ചൊരു വഴി കാണിച്ചു. ഞാനിത് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന പൈസയാണ്. ഞാനിത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇത് എൻ്റെ വീട്ടിൽ അരമാല ഇരുന്നാൽ കടലാസിൻ്റെ വിലയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. എൻ്റെ അസുഖം പടച്ചോൻ മാറ്റിത്തരും. വിഷമിക്കല്ലോ, എല്ലാം ശരിയായില്ലേ? വീട്ടിലേക്ക് പോകും.